മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണിയുടെ ഉദ്ഘാടനം ജനുവരി 28-ന് നടക്കും. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കും. ഐക്യവും സാഹോദര്യവും വരും തലമുറകളിലേക്ക് കൂടി പകർന്നു നൽകാനുള്ള പ്രവർത്തനമാണ് മിഷന്റെ ലക്ഷ്യം. മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണിയുടെ ഉദ്ഘാടനം ജനുവരി 28-ന് നടക്കും. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. ഐക്യവും സാഹോദര്യവും വരും തലമുറകളിലേക്ക് കൂടി പകർന്നു നൽകാനുള്ള പ്രവർത്തനമാണ് മിഷന്റെ ലക്ഷ്യം. കൂട്ടായി പോയിക്കൊണ്ടത് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ പുറത്തൊന്നും ഉണ്ടായിക്കൂടാ, അതിനുള്ള കൂട്ടായ്മ. കോഴിക്കോട് ഒരുപാട് സംഘടനകൾ, എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു, ഒരുപാട് സംഘടന. ഈ ഒരു സംഘടന ഇതൊരു സംഘടനയല്ല, ഒരു കൂട്ടായ്മയാണ്. അതെല്ലാവരും ചേർന്നുകൊണ്ട് ഒത്തുചേർന്ന് പോവാൻ. ഒരുപാട് സമൂഹത്തിൽ, വീടുകളിൽ, കുടുംബങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ മദ്യം പറഞ്ഞ് നമ്മളെ പഴയ മദ്യം പറയുന്ന രീതികളൊന്നും ഇപ്പം ഇല്ല. ഇത് ആൾക്കാർ കോംപ്രമൈസ് മൂഡിൽ എത്തിച്ചിട്ട് പ്രശ്നങ്ങളില്ലാതെ എങ്ങനെയൊക്കെ തീർക്കാൻ പറ്റും, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് രൂപീകൃതമായ സാമുദായിക സൗഹൃദ കൂട്ടായ്മയാണ് മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണി അഥവാ മിഷ്. യുനെസ്കോ അന്താരാഷ്ട്ര സാഹിത്യ നഗരമായി കോഴിക്കോടിനെ അംഗീകരിച്ചതുപോലെ സ്നേഹത്തിന്റെ മാതൃകാ നഗരമായി അംഗീകാരം കരസ്ഥമാക്കാനുള്ള പരിശ്രമവും കൂട്ടായ്മയിലൂടെ നടത്തുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. കോഴിക്കോട്ടിലെ സമുദായങ്ങൾ തമ്മിലുള്ള സമുദായ ഐക്യം ഊട്ടി ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചത്. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മിഷ് ചെയർമാൻ പി.വി. ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി ടി.കെ. അഹമ്മദ്, എം.പി. അഹമ്മദ്, ഡോക്ടർ കെ. മുഹമ്മദ് തുടങ്ങിയ വ്യക്തികളും സംസാരിച്ചു. ജനുവരി 28-ന് വൈകിട്ട് 4 മണിക്ക് തളി കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ ഉദ്ഘാടനം നടക്കും. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ അബ്ദുസമദ് സമദാനി മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ജനം, കോഴിക്കോട്.